സുപ്രഭാതം. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദ വണ്ടർലെസ് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ വിജയത്തിൽ വളരെയധികം പങ്കുവഹിച്ച ഒരു ടാങ്കാണ് ഈ പുറയിൽ കാണുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് പെൻസിൽവാനിയ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായ ഹാരിസ്ബർഗിനടുത്തുള്ള കാർലൈൽ എന്ന് പറയുന്ന US ആർമി ഹെറിറ്റേജ് ആൻഡ് എഡ്യൂക്കേഷൻ സെൻറ്ററിലാണ്. ഈ ഒരു എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം ലോകമഹായുദ്ധ കാലത്ത് US ആർമി ഉപയോഗിച്ചിട്ടുള്ള വെപ്പൺസ്, അതേപോലെ ഹെലികോപ്റ്റർ, അതേപോലെ അവരുടെ ആർമി വർക്ക്ഷോപ്പ്, അവരുടെ ഒരു ക്യാബിൻ സിസ്റ്റം, അവരുടെ ഭക്ഷണ രീതി, അതിൻ്റെയൊക്കെ ഒരു എക്സിബിഷനും അങ്ങനെ അതിനെക്കുറിച്ചുള്ളൊരു ഫുൾ ഡീറ്റെയിൽസും, അതേപോലെ അന്ന് കാലത്ത് ആ യുദ്ധസമയത്ത് US ആർമി അതുപോലെ ജർമ്മൻ ആർമി അവരൊക്കെ ഉപയോഗിച്ച ട്രെഞ്ചുകൾ, ഭൂമിക്കടിയിലെ പാതാള ഒളിത്താവളങ്ങൾ, ആക്രമണ കേന്ദ്രങ്ങൾ, അതിൻ്റെയൊക്കെ മൊത്തത്തിൽ മനോഹരമായൊരു ഡിസ്പ്ലേ ഇവിടെയുണ്ട്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. ഈ ഷോർട്ട് വീഡിയോ ആണ്, പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചരിത്രവുമായി അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. സോ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഹലോ. എൻ്റെ ഈ തൊട്ടടുത്ത് കാണുന്ന ഈ പീരങ്കി 2003 ഫ്രീഡം ഇറാഖി 2003 എന്ന് പറയുന്ന ആ ഒരു വാറിൽ US ആർമി യൂസ് ചെയ്ത പീരങ്കിയാണ് എൻ്റെ ഈ തൊട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പീരങ്കി. അതേപോലെ ഈ കാണുന്ന ഈ ബാരിയർ, ഈ ഫെൻസിങ്, ഇത് അവർ ഇറാഖിൽ ആ യുദ്ധസമയത്ത് ആവിഷ്കരിച്ച അതേ രീതിയിലാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ സെയിം സ്റ്റൈലിലാണ് ഇറാഖിലെ യുദ്ധഭൂമിയിൽ അവർ ഈ ഒരു പീരങ്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ടയറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള IED. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു 2 സ്ഥലത്ത് IED, ഒന്ന് ആ ടയറിൻ്റെ ഉള്ളിലും ഒന്ന് അതേപോലെ ആ ബാരിക്കോഡിനോട് ചേർന്നും അവർ 2 IED വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ആക്ച്വലി യുദ്ധഭൂമിയിൽ ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്, അത് വളരെ ഈ IED പോലുള്ള വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഹൈഡ് ചെയ്യാൻ വളരെ പോസിബിൾ ആയിട്ടുള്ള പ്ലേസുകളാണ് യുദ്ധഭൂമിയിൽ. ഇതേപോലെ എന്താ പറയുക, വേസ്റ്റായി കിടക്കുന്ന ടയറുകൾ, അതേപോലെ ഇതേപോലെ ബാരിക്കേഡ്. നമ്മുടെ ഈ തൊട്ടുപുറയിൽ കാണുന്നത് വലിയൊരു ട്രെഞ്ച് സിസ്റ്റമാണ് യുദ്ധങ്ങളിലൊക്കെ ഒരുപാട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പുറയിൽ കാണുന്നത്, നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. ഈ കാണുന്ന ട്രെഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത് 1ആം ലോക മഹായുദ്ധത്തിൽ അന്ന് യൂസ് ചെയ്തിരുന്ന ഒരു ട്രെഞ്ച് സിസ്റ്റമാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ അതിനകത്തേക്ക് പോവുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഒരു ട്രെഞ്ചിൻ്റെ ഉൾവശം. ഇതിനകത്താണ് പട്ടാളക്കാർ ഹൈഡ് ചെയ്ത് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവരുടെ ഒപ്പണന്റിനെ എതിർത്തിരുന്ന ഒരു സിസ്റ്റം. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം, അവരോട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ട്രെഞ്ചിനകത്ത് ഇതേപോലെയാണ് ആർമി പേഴ്സൺമാർ ഹൈഡ് ചെയ്ത് പുറമേ ഉള്ളവരെ ആക്രമിക്കുന്നത്. ഈ ട്രെഞ്ചിനകത്ത് ചെറിയൊരു ക്യാബിൻ പോലെ നിങ്ങൾക്ക് ഈ കാണാം. ആക്ച്വലി ഇത് സ്നൈപ്പർ യൂസ് ചെയ്യുന്ന സോൾജിയേഴ്സ് ഹൈഡ് ചെയ്തിരുന്ന ക്യാബിനാണ് ഇത്. ഇപ്പം ഞാൻ ഈ ട്രെഞ്ചിനകത്ത് ഞാൻ ഈ നിൽക്കുന്ന ഒരു ക്യാബിൻ എന്ന് പറയുന്നത് മെഷീൻ ഗൺ യൂസ് ചെയ്തിരുന്ന സോൾജിയേഴ്സ് അവർ നിന്നിരുന്ന ഒരു ക്യാബിനാണ് ഈ കാണുന്നത്. ഇതേപോലത്തെ ക്യാബിനുകളിലാണ് മെഷീൻ ഗൺ യൂസ് ചെയ്യുന്ന പട്ടാളക്കാർ നിൽക്കുകയും അതേപോലെ പുറത്തേക്ക് ആക്രമിക്കുകയും ചെയ്യുന്നത്. ഈ കാണുന്ന ഒരു കിളിവാതിലൂടെയാണ് അവർ പുറത്തേക്ക് ഒബ്സർവ് ചെയ്യുകയും അതേപോലെ ഗണ്ണ് ഇവിടെ വെച്ച് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ചെറിയൊരു കിളിവാതിൽ. തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും അവരുടെ ആർമി ചീഫുകളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതേപോലത്തെ ട്രെഞ്ചിൽ കാണുന്ന ഒരു ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മോഡലാണ് ഈ കാണുന്നത്. ഇതിനകത്ത് കുറച്ച് ഫർണിച്ചറുകളുണ്ട്, ചെറിയൊരു ഉള്ളറയുണ്ട്, പിന്നെ സന്ദേശം അയക്കുന്നതിനുള്ളൊരു മിഷ്യൻ
I guess that one is for typewriter. ഒരു പഴയ ടൈപ്പ്റൈറ്റർ ഉണ്ട്, നല്ലൊരു ഗ്രില്ലൊക്കെ ഇട്ട ഒരു സംവിധാനം. സോ ഒരു ട്രെഞ്ചിനകത്ത് ഉള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്യാബിന്റെ സെക്ഷൻ ആണ് ഈ കാണുന്നത്. This is the aid station, and they brought the injured soldiers to be treated for their wounds. Okay. Shipped them out to hospitals. സോ ഈ ട്രെഞ്ചിനകത്ത് തന്നെ ചെറിയൊരു ക്ലിനിക്ക് പോലൊരു സംഭവമുണ്ട്. ഈ കാണുന്നതാണ് എയ്ഡ് പോസ്റ്റ് എന്ന് പറയും. അതായത് യുദ്ധസമയത്ത് മുറിവേറ്റ സോൾജേഴ്സിനെ കൊണ്ടുവന്ന് ഫസ്റ്റ് എയ്ഡ് അത്യാവശ്യം വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ക്യാബിനാണ്. ആക്ച്വലി ഞാൻ ഈ ട്രെഞ്ചിന് വെളിയിൽ നിന്ന സമയത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം ഇതിനകത്തുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മൾ ആ ട്രെഞ്ചിനകത്ത് കൂടെയുള്ള നമ്മുടെ യാത്ര, നമ്മളിപ്പോൾ ഈ ട്രെഞ്ചിൻ്റെ ഈ മറു സൈഡിലെത്തി. നമ്മൾ പുറമെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് എന്താ പറയുക വുഡൻ ബാരിക്കേഡ് കാര്യങ്ങൾ മാത്രമേ തോന്നുള്ളൂ. പക്ഷേ നമ്മൾ അതിനകത്ത് ചെല്ലുമ്പോൾ അത്യാവശ്യമുള്ള എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു ട്രെഞ്ച് സംവിധാനമാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. പക്ഷേ ആണ് ഈ ട്രെഞ്ചിൻ്റെ പുറംഭാഗത്ത് നിന്നുള്ള ഒരു കാഴ്ച. നമ്മൾ കുറച്ച് നേരത്തെ ഇതിനകത്തായിരുന്നു. പുറമെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതിനകത്ത് അത്ര ഒരു സെറ്റപ്പുകൾ ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. പക്ഷേ ഈ കാണുന്ന ടാങ്ക് M80 എന്ന് പറയും. അതായത് വേൾഡ് വാർ 2 രണ്ടാം ലോക മഹായുദ്ധത്തിൽ യൂസ് ചെയ്ത US ആർമി യൂസ് ചെയ്ത ടാങ്കാണ് ഈ കാണുന്നത്. ഇത് വേറൊരു വിളിപ്പേരും കൂടിയുണ്ട്, ഹെൽ കാറ്റ്സ് എന്നാണ് ഇതിൻ്റെ വിളിപ്പേര്. നമ്മൾ ഇനി പ്രവേശിക്കാൻ പോണത് ജർമ്മൻ പിൽ ബോക്സ് എന്ന് പറയും. അതായത് ഇതും ഫ്രഞ്ച് സിസ്റ്റം തന്നെയാണ്. മൊത്തം ഭൂമിക്കടിയിലൂടെ ചാല് പോലെ കീറി വളരെ ഇടുങ്ങിയ നാരോ ആയിട്ടുള്ള വഴിയാണ് ഇത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ രാജ്യം യൂസ് ചെയ്തിരുന്ന ട്രെഞ്ചിൻ്റെ മാതൃകയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പോവുകയാണ്. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മറു സൈഡിൽ കാണാം. പക്ഷെ അവരിതേപോലെ ഇടയ്ക്ക് വെന്റിലേഷൻ ഇട്ടിട്ടുണ്ട് ശുദ്ധവായു വരാനൊക്കെ ആയിട്ട്. അപ്പൊ ഇതാണ് ഈ ട്രെഞ്ചിന്റെ ലാസ്റ്റ് പോയിന്റിലെ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം. അങ്ങനെ നമ്മൾ പുറത്ത് എത്തി. അപ്പൊ ഈ കാണുന്ന സ്ഥലം ഇതിനകത്തായിരുന്നു നമ്മൾ ഇത്ര നേരം. നമ്മൾ ഈ ജർമ്മൻ ട്രെഞ്ചിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതിനാകെ ഒരു എൻട്രൻസും എക്സിറ്റും ഒക്കെ ഒറ്റൊരു സൈഡ് വഴിക്കാണ്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടത് ഒരു സൈഡിൽ ഇറങ്ങി മറു സൈഡിൽ കയറിയായിരുന്നു. പക്ഷേ ഈ ഒരു ട്രെഞ്ചിന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. വൺ സൈഡ് വഴി നമ്മൾ എൻട്രൻസ്, അതേ സൈഡ് വഴി തന്നെ തിരിച്ചും വരണം. പിന്നെ മറ്റേ ട്രെഞ്ചിനെക്കാട്ടിലും എന്താ പറയുക കുറച്ചും കൂടി അധികം ഇടുങ്ങി വളരെ നാരോ ആയിട്ടുള്ള ഒരു റൂട്ടായിരുന്നു ഈ ട്രെഞ്ചിനകത്തത്. ഈ എഡ്യൂക്കേഷൻ സെൻറ്ററിലെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള US വിയറ്റ്നാം വാറിൻ്റെ ഓർമ്മയെ അനുസ്മരിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. M101A1 എന്ന് പറയുന്ന പീരങ്കിയാണിത്. വിയറ്റ്നാം യുദ്ധത്തിൽ US ആർമി യൂസ് ചെയ്തിട്ടുള്ളൊരു പീരങ്കിയാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഹെലികോപ്റ്റർ സെക്കൻഡ് വേൾഡ് വാറിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പോർഷനിലാണ് അവർ ബഫേഴ്സ് പോലെയുള്ള വെപ്പൺസുകൾ സാധനങ്ങൾ വെക്കുക ശത്രുക്കളെ അറ്റാക്ക് ചെയ്യാനായിട്ട്. ഇതിൻ്റെ മറു സൈഡിലും ഇതേപോലൊരു സിസ്റ്റം ഉണ്ട്. കാണുന്ന ടാങ്ക് PAK-43 എന്ന് പറയും. ഇത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 1944 ജർമ്മനി ഇൻട്രൊഡ്യൂസ് ചെയ്ത, ജർമ്മനി ഡെവലപ്പ് ചെയ്ത് യുദ്ധഭൂമിയിൽ അവരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടാങ്കിൻ്റെ പേര് ഷെർമൻ ടാങ്ക് എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ വിജയത്തിൽ വളരെയധികം പങ്കുവഹിച്ച ഒരു
വെപ്പണാണ് ഇത്. ഈ കാണുന്ന ടാങ്ക് പ്രത്യേകിച്ച് 1942 ജർമ്മനിക്കെതിരായിട്ട് ഈ ടാങ്ക് ഉപയോഗിച്ച് ജർമ്മൻ പട്ടാളത്തെ തുരത്തി ഓടിച്ചതാണ്. സോ രണ്ടാം ലോക മഹായുദ്ധത്തിലെ അമേരിക്കയുടെ വിജയത്തിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടാങ്കാണ് ഈ ഷെർമൻ ടാങ്ക് എന്ന് പറയുന്നത്. ഈ കാണുന്ന ബിൽഡിങ് ഇതാണ് വർക്ക്ഷോപ്പ്. ഇവരുടെ പാറ്റേൺ ടാങ്ക് ആയാലും മറ്റുള്ള വെഹിക്കിൾ ആയാലും അതേപോലെ ടെക്നിക്കലായിട്ടുള്ള ഐറ്റംസ് എന്തായാലും അതൊക്കെ റിപ്പയർ യുദ്ധസമയത്ത് റിപ്പയർ ചെയ്തിരുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു എക്സാക്ട് വേയിലാണ് അതിൻ്റെ ഒരു മോഡല്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്കൂളിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം. പക്ഷേ ആ യുദ്ധത്തിലൊക്കെ ഉപയോഗിച്ച ഒരുപാട് വെപ്പൻസ് നേരിട്ട് വന്ന് കാണാനും അതേപോലെ അവരാ യുദ്ധത്തിൽ സ്വീകരിച്ച അവരുടെ ആ ട്രെഞ്ച് സിസ്റ്റം, അതേപോലെ തന്നെ അവരുടെ വർക്ക്ഷോപ്പ്, അവരുടെ മെസ്സാൾ, അങ്ങനെ ഒരുപാട് അന്നത്തെ ആ ഒരു ശൈലിയെക്കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായി. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ വളരെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ വണ്ടർലാസ്റ്റ് കപ്പിളിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ സ്ഥലങ്ങൾ തേടി, പുതിയ അറിവുകൾ തേടി നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.